നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിശങ്കർ, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജൻ, മാസ്ലോ മെഡിസിറ്റി, ഭാരത് ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് അഥവാ പുളിച്ചു തകട്ടൽ എന്ന് പൊതുവെ പേഷ്യൻസ് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ്? അതായത് ആമാശയത്തിൽ നിന്നും ആസിഡ് അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അന്നനാളത്തിലോട്ട് തിരിച്ച് പുളിച്ചു തകട്ടി വരിക. അത് തന്മൂലം ആൾക്കാർക്ക് വരുന്ന സിംറ്റംസ് അഥവാ പുളിച്ചു തകട്ടൽ, നെഞ്ചെരിച്ചിൽ, ഉണങ്ങാതെ വരുന്ന വായ്പുണ്ണ്, കൂടുതലായിട്ട് ലെറിഞ്ചൈറ്റിസ് പോലത്തെ സിംറ്റംസ്, ചിലർക്ക് എക്സ്ട്രാ ഈസോഫേജൽ സിംറ്റംസ് അഥവാ വരുന്ന കൂടുതലായിട്ട് വരുന്നത് ശ്വാസം മുട്ട്, അധികം നടക്കുമ്പോൾ നെഞ്ചെടുപ്പ് അനുഭവപ്പെടുക. ഇങ്ങനത്തെ എക്സ്ട്രാ ഈസോഫേജൽ സിംറ്റംസുമായിട്ടും ചിലർ വരാറുണ്ട്. പൊതുവെ ആൾക്കാർക്ക് ഇങ്ങനത്തെ സിംറ്റംസ് വരുന്നത് അധികം സ്പൈസി ഫുഡ് അല്ലെങ്കിൽ എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നവർക്കും, ചായ, കാപ്പി, അതുപോലെ ബിവറേജസ്, പെപ്സി, കോള, ആൽക്കഹോൾ, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഇങ്ങനത്തെ സിംറ്റംസ് വരുന്നത്. അന്നനാളത്തിനും ആമാശയത്തിനിടയ്ക്ക് നമുക്കൊരു പേശിയുണ്ട്, സ്ഫിങ്ക്ടർ. ആ സ്ഫിങ്ക്ടർ ലൂസ് ആവുന്നതാണ് ഇതിന് ഒരു കാരണം പറയുന്നത്. ചിലർക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നവർക്കും ഇങ്ങനത്തെ സിംറ്റംസ് വരാറുണ്ട്. ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ അഥവാ ഇത് ഡയഗ്നോസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അധികമായിട്ടും ആസിഡ് റിഫ്ലക്സ് വരുന്നതോടുകൂടി അന്നനാളത്തിന്റെ ഭിത്തികളിൽ അതിൽ അൾസർ പോലത്തെ ഈസോഫാജൈറ്റിസ് എന്നൊരു കണ്ടീഷനിലോട്ടും അത് തന്മൂലം അത് കാരണം ഭാവിയിൽ അതൊരു ബാരറ്റ്സ് ഈസോഫാഗസ് അല്ലെങ്കിൽ ക്യാൻസർ വരുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു സ്റ്റേജിലോട്ടും ചിലർക്ക് വരാറുണ്ട്, വളരെ ചുരുക്കം ആൾക്കാർക്ക്. അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതാണ് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ അസുഖത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അഥവാ നമ്മുടെ ഭക്ഷണ രീതികൾ ചേഞ്ച് ചെയ്യുക, വ്യായാമം അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ് എല്ലാ ദിവസവും നടക്കുക, വെയിറ്റ് ട്രെയിനിങ് പോലത്തെ ഇതൊക്കെ ചെയ്ത് ശരീരഭാരം കുറയ്ക്കുക. ഭക്ഷണം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ടത്, അതായത് സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യുക. കൂടുതലായിട്ടും എരിവും പുളികളുമുള്ളത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർക്കാണ് ഇത് കണ്ടുവരുന്നത്. ചിലർക്ക് കൂടുതലായിട്ട് കട്ടിയുള്ള പാൽ കുടിക്കുമ്പോഴും അപ്പോൾ പാലിൽ നിന്നും കേർഡ്, അതായത് തൈര് ഉപയോഗിക്കാനും അങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള തൈര്. ഈ ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് നമുക്ക് പൂർണ്ണമായും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. അതായത് നമ്മൾ എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവർ അത്ര എരിവും പുളിയുള്ളതും ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, കൂടുതൽ ഫൈബർ, അതായത് നാരുള്ള ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. കട്ടിയുള്ള പാൽ കുടിക്കുന്നവർക്കും ചിലർക്ക് കൂടുതലായിട്ട് റിഫ്ലക്സ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് കട്ടിയുള്ള പാൽ ഒഴിവാക്കി പാൽ പദാർത്ഥങ്ങൾ കൂടുതലായിട്ടും കേർഡ്, അതായത് തൈര് ഉപയോഗിക്കാൻ ഞങ്ങൾ അഡ്വൈസ് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ കുറേ സിംറ്റംസ് നമുക്ക് മാറ്റിയെടുക്കാം ഈ റിഫ്ലക്സ് ഡിസീസ് അല്ല പുളിച്ചു തകട്ടൽ. പിന്നെ നമ്മൾ പൊതുവെ കൊടുക്കുന്നത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മരുന്നുകളാണ് നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 4 വീക്സ് എങ്കിലും യൂസ് ചെയ്ത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ പൂർണ്ണമായും ഈ അസുഖത്തിൽ നിന്നും മോചിതയാവും. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തി അറ്റ്ലീസ്റ്റ് ഒരു 4 ആഴ്ചയോളം നമ്മൾ പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് എന്ന മരുന്ന് കൊടുത്ത് ഒരു പരമാവധി ആൾക്കാർക്കും ഇതിൽ നിന്ന് മോചനമുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് നമ്മൾ 4 ആഴ്ചയിട്ടും മാറാത്തവർക്ക്, പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് കൊടുത്തിട്ട് മാറാത്തവർക്ക് എൻഡോസ്കോപ്പി ചെയ്യുകയും എൻഡോസ്കോപ്പി ചെയ്ത് അത് അന്നനാളത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന്, അതായത് രോഗികൾക്ക് ഒരു മിനിമം ആൾക്കാർക്ക്